ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗക്കാർക്ക് 7,000 രൂപ വരെ ലഭിക്കുന്ന സ്കോളർഷിപ്പുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ന്യൂനപക്ഷ കമ്മീഷൻ അവതരിപ്പിച്ചിട്ടുള്ള 2 സ്കോളർഷിപ്പുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ അറിയാലോ, കേരളത്തിൽ കൂടുതലും ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗക്കാർക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ പറ്റുക. ഈ മാസം, അതായത് 2025 ഫെബ്രുവരി 10-ാം തീയതിയാണ് അവസാന തീയതി. ഇനി 4 ദിവസമേ ഉള്ളൂ. അപേക്ഷിക്കാൻ പറ്റുന്നവരെല്ലാം ഉടൻ തന്നെ അപേക്ഷിക്കുക. ഡീറ്റെയിൽ വായിക്കാം, കാണിക്കാം. ആദ്യത്തെ സ്കോളർഷിപ്പ് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ബിരുദം, ബിരുദാനന്തര ബിരുദം, പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥിനികൾക്കുള്ള CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡ് എന്നിവയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ ലിങ്കിലാണ് പോയിട്ട് അപേക്ഷിക്കേണ്ടത്. അവസാന തീയതി ഫെബ്രുവരി 10 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് അതിൽ കൊടുത്ത ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് എന്നുള്ള ഇത് ന്യൂനപക്ഷ സമുദായങ്ങളിലെ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അടുത്തത് വായിക്കാം. APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. സർക്കാർ എയ്ഡഡ്, സർക്കാർ അംഗീകൃത സ്വാശ്രയ പോളിടെക്നിക്കുകളിൽ 3 വർഷ ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗത്തിലുള്ളവർക്ക് APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പിന് 2024-25 അപേക്ഷിക്കാം. സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫെബ്രുവരി 10 ആണ് ലാസ്റ്റ് ഡേറ്റ്. വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇത് രണ്ടിനും പോകേണ്ട വെബ്സൈറ്റ് www.minorityWelfare.kerala.gov.in എന്നുള്ള സൈറ്റാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഫോണിൽ അത് വർക്ക് ആയിട്ടില്ലെങ്കിൽ, അതായത് യുവർ കണക്ഷൻ ഈസ് നോട്ട് പ്രൈവറ്റ് അങ്ങനെയൊക്കെയാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ നമ്മൾ കൊടുത്ത ID ഉണ്ടല്ലോ, വെബ്സൈറ്റ് ID ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ എഡിറ്റ് ബട്ടണിൽ പോയിട്ട് ആ www. എന്നുള്ളത് മാറ്റിയിട്ട് ഒന്ന് എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ സൈറ്റ് വരും. ഈ സൈറ്റിൽ മുകളിൽ കണ്ടോ, രണ്ടാമത് സ്കോളർഷിപ്സ് എന്നുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ കാണും 3 കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടതിൽ CHMS-ഉം APJAK-യുമാണ്. ഞാനിവിടെ APJAK ആദ്യം ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അതിൽ കണ്ടോ ഗൈഡ് ലൈൻസ് എന്നുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വരും. എന്തൊക്കെ എലിജിബിലിറ്റി കാര്യങ്ങളെല്ലാം സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. 6,000 രൂപ വരെയാണ് ഒരു വർഷത്തേക്ക് ഇതിലൂടെ സ്കോളർഷിപ്പായിട്ട് ലഭിക്കുക. അതിൽ അപ്ലൈ ഓൺലൈൻ എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതിൽ അടുത്തത് CHMS എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിലും കണ്ടോ ഡീറ്റെയിൽസ് ആയി കൊടുത്തിട്ടുണ്ട്. ഇത് ന്യൂനപക്ഷ സമുദായങ്ങളിലെ വിദ്യാർത്ഥിനികൾക്ക് മാത്രമാണ്. ഏതൊക്കെയാണ് ന്യൂനപക്ഷ സമുദായം എന്നും അതിൽ കൊടുത്തിട്ടുണ്ട്. മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ജൈൻ, പാഴ്സി, ബുദ്ധ അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതലും കേരളത്തിലുള്ളത് മുസ്ലിം ക്രിസ്ത്യൻ സമുദായമാണല്ലോ. അപ്പൊ അതിലുള്ള വിദ്യാർത്ഥിനികൾക്ക്, അതായത് പെൺകുട്ടികൾക്കാണ് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ പറ്റുക. അതിന്റെ സൈഡിൽ കണ്ടോ ഗൈഡ് ലൈൻസ് എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു PDF ഓപ്പൺ ആയിട്ട് വരും. ആ PDF ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കൃത്യമായിട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം, എന്താണ് അതിന്റെ അപേക്ഷാ പ്രോസസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ സൈഡിൽ കാണുന്ന അപ്ലൈ ഓൺലൈൻ എന്നുള്ളതിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഞാൻ ന്യൂനപക്ഷം അല്ലാത്തതുകൊണ്ട് എനിക്കിത് അപേക്ഷിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അതെങ്ങനെയാന്നുള്ളത് കാണിക്കാൻ വഴിയില്ല. അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർ നിങ്ങൾ തന്നെ അപേക്ഷിക്കുക. അങ്ങനെ അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള അക്ഷയ, CSE മറ്റു ജനസേവന കേന്ദ്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഇത് ചെയ്തു തരും. ഉടൻ തന്നെ അപേക്ഷിക്കുക. ഇനി 4 ദിവസമേ ഉള്ളൂ. വർഷത്തിൽ 7,000 എന്നുള്ളത് ചെറിയ എമൗണ്ട് ഒന്നല്ലല്ലോ. അപ്പോൾ ഒന്ന് അപേക്ഷിച്ച് നോക്കൂ. അപേക്ഷിക്കുന്ന അർഹരായ എല്ലാവർക്കും സ്കോളർഷിപ്പ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ചില മഹാന്മാർ ഈ വീഡിയോ കണ്ടിട്ട് താഴെ കമന്റ് ചെയ്യും, ഇതെന്താ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ഗവൺമെന്റിന്റെ ന്യൂസുകളാണ് അറിയിക്കുന്നത്. കേരള സർക്കാരിന്റെ അണ്ടറിൽ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, മുന്നോക്ക സമുദായത്തിനും പിന്നോക്ക സമുദായത്തിനും SC, ST, OBC തുടങ്ങിയ എല്ലാവർക്കും അതാത് വകുപ്പുകളുടെ കീഴിലെ കൃത്യമായ ധനസഹായങ്ങളുണ്ട്. അതെല്ലാം ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോയും ചെയ്യുന്നുണ്ട്. പറഞ്ഞു വന്നത് അങ്ങനെ കമന്റ് ഇടാൻ പോകുന്ന മഹാന്മാരോട് മാത്രമാണ്. ഓക്കെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വിവരം പ്രയോജനപ്രദമായി നേരിടട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോക സമസ്ത സുഖിനോ ഭവന്തു.